ഹൈലൈറ്ററായി ഉപയോഗിക്കുന്ന പേനകളും സാധാരണ ബോൾ പോയിന്റ് പേനകളും എങ്ങനെയാണ് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ നാം കാണുന്നത്. ആദ്യം ഹൈലൈറ്റർ പേനകളുടെ നിർമ്മാണം കാണാം. പല നിറങ്ങളിലുള്ള തീരെ ചെറിയ പ്ലാസ്റ്റിക് പെല്ലറ്റിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. ഇവയെ ആദ്യം ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീനിലിട്ട് കൊടുക്കുന്നു. ഇതിനെ ആവശ്യാനുസരണം മെഷീൻ തന്നെ വലിച്ചെടുത്തുരുക്കി ഇഞ്ചക്ഷൻ മോൾഡിംഗ് പ്രൊസീജിയറിലൂടെ പേനയുടെ പ്ലാസ്റ്റിക് പാർട്ട് നിർമ്മിച്ചെടുക്കുന്നു. ഇങ്ങനെ പല നിറങ്ങളിൽ നിർമ്മിച്ചെടുത്ത പാർട്ടുകൾ പാത്രങ്ങളിലാക്കി ശേഖരിച്ച് വെക്കുന്നു. അടുത്തത് ഇതിലൊഴിക്കുന്ന മഷിയുടെ നിർമ്മാണമാണ്. ശുദ്ധീകരിച്ച വെള്ളത്തിലേക്ക് പല നിറങ്ങളിലുള്ള ഡൈ മിക്സ് ചെയ്ത് ആവശ്യമുള്ള മഷികൾ നിർമ്മിക്കുന്നു. പേനയുടെ ബോഡിയാണ് ആദ്യം ഇടുന്നത്. ഇതിലേക്ക് ആദ്യം തന്നെ കമ്പനിയുടെ പേരും ലോഗോയും രണ്ട് സൈഡിലും പ്രിന്റ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് മഷി നിറച്ച സ്പോഞ്ച് പോലത്തെ ഒരു നീണ്ട വസ്തു വെക്കും. ഇതിനു പുറകെ ഒരു ചെറിയ ക്യാപ്പും ഒരു വലിയ ക്യാപ്പും വെച്ച് ഈ കേസിനെ അടച്ചു വെക്കുന്നു. അടുത്ത സ്റ്റേഷനിൽ ഈ പേനകളെ നേരെ തല തിരിച്ചു വെക്കുകയും ഇതിൻ്റെ ഉള്ളിലേക്ക് മഷി ഇഞ്ചക്റ്റ് ചെയ്യുന്നു. വീണ്ടും മുൻപോട്ട് പോകുമ്പോൾ പേനയുടെ അറ്റത്തെ ടിപ്പ് വെക്കുന്നു. അതിനു പുറകെ ക്യാപ്പും അതിൻ്റെ ക്ലിപ്പും അസംബിൾ ചെയ്യും. ഇനി ഇതിനെ പാക്ക് ചെയ്യാൻ അടുത്ത സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. മെഷീൻ തന്നെ കൃത്യം എണ്ണത്തെ എടുത്ത് കൂടുകളിലേക്ക് വെക്കുന്നു. ഇതിൽ നിന്നും സാമ്പിളുകൾ എടുത്ത് ക്വാളിറ്റി ചെക്കിംഗ് നടത്തുന്നു. അങ്ങനെ വിസ്മയിപ്പിക്കുന്ന ഹൈലൈറ്ററുകൾ കൂടുകളിലാക്കി കടകളിലേക്ക്. അടുത്തത് സാധാരണ ബോൾ പേനയുടെ നിർമ്മാണമാണ്. ബോൾ പേനയുടെ ഏറ്റവും പ്രധാനമായ ഭാഗമാണല്ലോ ബോളുകൾ. കാർബൈഡിൻ്റെ തീരെ വലിപ്പം കുറഞ്ഞ കഷ്ണങ്ങൾ ഉപയോഗിച്ചാണ് ബോളുകൾ നിർമ്മിക്കുന്നത്. ബോളാക്കി മാറ്റുവാൻ വേണ്ടി ഒരു മെഷീനിൽ വെച്ച് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നു. ഇവയിൽ ഒരു ചെറിയ സ്ക്രാച്ച് പോലും വീണില്ല എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് പേന നിർമ്മിക്കാനായി ഈ ബോൾ ഉപയോഗിക്കുന്നത്. അടുത്തത് എഴുതാൻ ഉപയോഗിക്കുന്ന നിപ്പിൻ്റെ നിർമ്മാണമാണ്. ഇതിനായി ഒരു ചെറിയ മെറ്റാലിക് വയറുകൾ കട്ടിംഗ് മെഷീനിലേക്ക് കടത്തിവിടുന്നു. ഇവിടെ വെച്ച് അതിനെ മുറിച്ച് നിപ്പിൻ്റെ ഷേപ്പിലാക്കി എടുക്കും. ഇനി വരുന്നത് പേനയുടെ പ്ലാസ്റ്റിക് പാർട്ടിൻ്റെ നിർമ്മാണമാണ്. പല നിറങ്ങളിലുള്ള പ്ലാസ്റ്റിക് പെല്ലറ്റുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇവയെ അളന്ന് ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇതിൽ നിന്നും ആവശ്യാനുസരണം പേനയുടെ ബോഡിയും ക്യാപ്പും റീഫില്ലും തുടങ്ങി പ്ലാസ്റ്റിക് കൊണ്ടുള്ള എല്ലാ പാർട്ടും നിർമ്മിച്ചെടുക്കുന്നു. റീഫില്ലിലേക്ക് ഒരു മെഷീൻ ഉപയോഗിച്ച് നിപ്പുകൾ വെക്കുകയും അതിൻ്റെ മുൻവശത്തൂടെ തന്നെ മഷി ഇഞ്ചക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി റീഫില്ലുകളുടെ ടെസ്റ്റിംഗ് ആണ്. എഴുതുന്ന സ്പീഡും മഷി ഒഴുകുന്ന റേറ്റും ഇവിടെ ചെക്ക് ചെയ്യുന്നു. എല്ലാം മെഷീൻ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ബാക്കിയുള്ളവ മനുഷ്യർ തന്നെ വരച്ചു നോക്കുന്നു. ഇനി ഈ പാർട്ടുകളെല്ലാം ചേർത്തുള്ള പേനയുടെ അസംബ്ലിംഗ് ആണ്. അതിനുശേഷം ഇതിൻ്റെ ഇൻസ്പെക്ഷനും ഉണ്ടാവും. ക്വാളിറ്റി ഇല്ലാത്തവയെ പുറത്താക്കി നല്ല പേനകളെ മാത്രം പാക്ക് ചെയ്യാൻ വിടുന്നു. അവിടെ നിന്നും പേനകളെ കൂടുകളിലാക്കി പാക്ക് ചെയ്ത് കടകളിലേക്ക് അയക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു പേനയുടെ നിർമ്മാണം? അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കുമല്ലോ. അപ്പം മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.